അഞ്ജുവിനെ പാട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശരത്. എന്നാൽ ശരത്തിൻ്റെ ഈ നീക്കത്തെപ്പറ്റി മനസ്സിലാക്കുകയാണ് ശരത്തിൻ്റെ കൂട്ടാളി. ഇതോടെ ശരത്തിനെ ചെന്ന് കാണുന്ന അവൾ, എന്താണ് ശരത്തെ ഇപ്പോൾ ഒരു ഒളിച്ചുകളി? ആ അഞ്ജുവിൻ്റെ പിറകെ നടക്കുന്നുണ്ടല്ലോ നീ മണപ്പിച്ച്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയല്ലേ നിൻ്റെ. ഞാനെന്തിനാ അവളുടെ പിറകെ നടക്കുന്നത്? അവളുടെ പിറകെ നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അവളൊക്കെ എന്ത്, അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. പിന്നെ നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിൻ്റെ സ്വഭാവത്തെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം. നീ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നീ ആ ഒളിച്ചുകളി വിട്. കാര്യം പറ, എന്താ മോനെ, ദുരുദ്ദേശമാണ് അല്ലേ? അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ, കുറച്ച് സമയം പോകട്ടെ എന്ന് കരുതി, അല്ലാതെ ഒന്നുമല്ല. നിൻ്റെ സമയം പോക്കൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അതത്ര നല്ലതിനല്ല എന്നുള്ള കാര്യം നീ മറക്കണ്ട കേട്ടോ. ഇത് കേട്ടതോടെ അവനാകെ ഒന്ന് പരിഭ്രമിക്കുകയാണ്. ഇതിപ്പോൾ വള്ളിയാകുമോ? ഇവൾ ഈ കാര്യം നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടക്കുമോ? അങ്ങനെയാണ് എങ്കിൽ വലിയൊരു തിരിച്ചടിയാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്തേ മതിയാകൂ. ഏതെങ്കിലും ഒരു പോംവഴി കണ്ടെത്തുകയും വേണം എന്ന് ഉറപ്പിക്കുകയാണ്. പക്ഷേ ഇതേ സമയം നമ്മുടെ അഞ്ജുവും കൂട്ടരും ആകട്ടെ ഇതേപ്പറ്റി സംസാരിക്കുകയാണ്. ആ ശരത്തിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരത്ത് നല്ലൊരു വ്യക്തിയല്ലേ? നമ്മുടെ വർഷയ്ക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് മാത്രം നല്ലൊരു വ്യക്തിയാകുമോ? അതെന്താ അഞ്ജു നീ അങ്ങനെ പറഞ്ഞത്? അയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റമുള്ളതുപോലെ, എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ അയാളെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നീ ഓക്കെ അല്ലേ അഞ്ജു? എന്തെങ്കിലും സംഭവിച്ചോ? നിനക്ക് എന്തെങ്കിലും പറയണോ? അത് പിന്നെ അയാൾ ഇന്നലെ രാത്രി എന്നോട് ഫ്ലിർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്ന്. ഒരുമാതിരി എന്തെന്നാ പറയുക, പക്ഷേ എനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നീ അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. എന്തായാലും നമ്മുടെ വർഷയ്ക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് സഹായിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ ആകാം. എന്താ നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല? എനിക്കെന്തിനാ അയാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും? അയാൾ എനിക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ, ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളോട് അയാളെപ്പറ്റി കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞു. തൽക്കാലത്തേക്ക് നീ ഈ കാര്യം വിവേകിനോട് പറയാൻ നിൽക്കണ്ട. അവനാണെങ്കിൽ വർഷയുടെ കാര്യത്തിൽ ശരത്ത് കാണിക്കുന്ന താല്പര്യം കണ്ട് വളരെയധികം സന്തോഷിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവന് വിഷമമാകും. ശരത്തും ഇവനും തമ്മിൽ തെറ്റാനും സാധ്യത ഉണ്ടാകും. അതിന് നമ്മൾ തൽക്കാലത്തേക്ക് വഴി വയ്ക്കണോ? എന്തായാലും നമ്മുടെ വർഷയ്ക്ക് വേണ്ടിയല്ലേ ഈ കാര്യങ്ങൾ, അത് ഇങ്ങനെ തന്നെ അങ്ങ് നടക്കട്ടേന്നേ. നമുക്ക് ഇനി അവനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ.
അഞ്ജു പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന്. അതും ശരിയാ. അവൻ്റെ കാര്യത്തിൽ നമ്മളിനി ശ്രദ്ധിക്കണം. ഇതോടെ അവർ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതിനിടയിലാണ് ആരതി കാര്യങ്ങൾ ചെയ്യുന്നതത്ര നല്ല രീതിയിലല്ല എന്നുള്ള സത്യം പുറത്തു വരുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ആരതിയും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നാണ് എനിക്കും തോന്നിയത്. അത് എന്താണ് എന്നൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക തന്നെ വേണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. എന്തൊക്കെയോ ഒരു ചതി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. നിനക്കത് മനസ്സിലാകണ്ട. അവർ എന്തൊക്കെയോ ഇവിടെ രഹസ്യമായി നടത്തുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇത് കേട്ടതോടെ അതേപ്പറ്റിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇപ്പോൾ അവർ. പക്ഷേ ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ വർഷയുടെ കാര്യത്തിൽ ചെറിയൊരു പുരോഗമനം ഉണ്ടാകുന്നു. ഇത് കണ്ട് റോബിൻ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. വർഷയുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? ആ ഒരു ചോദ്യമാണ് എന്നെ അലട്ടുന്നത്. ദേ റോബിനെ, നമ്മുടെ ലക്ഷ്യം അത് വിട്ടൊരു കളിയില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ ആ വർഷയെ എത്രയും പെട്ടെന്ന് തീർക്കണം. ആ പ്രൊജക്റ്റ് അങ്ങ് തീർത്ത് കളഞ്ഞേക്ക്, മനസ്സിലായല്ലോ? പക്ഷേ ഇതേ സമയം വർഷയുടെ പ്രോഗ്രസ്സിനെ പറ്റി അറിയാനിടയായതിനെ തുടർന്ന് കുതിച്ചെത്തുകയാണ് ഇപ്പോൾ വിവേക്. ഇത് ശരത്തിന് വലിയൊരു തലവേദനയായി മാറുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.